അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗമാണ്. പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കും, ആരാണ് സുവിശേഷം പ്രസംഗിക്കുക? ചിലപ്പോൾ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോ ഒക്കെ അല്ലേ ശുശ്രൂഷിക്കണം എന്ന് പറയുന്നത്? നമുക്ക് വചനത്തിലൂടെ ഒന്ന് നോക്കാം. 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് സ്തെഫാനോസിനെ കൊല ചെയ്ത ശാവൂളിനെ സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും യഹൂദ സമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയ വിലാപം കഴിച്ചു. 4-ാമത്തെ വചനഭാഗം നോക്കുമ്പോൾ ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ആരാണ് വചനം സുവിശേഷിച്ചത്? ചിതറിപ്പോയവര്. ആരൊക്കെയാണ് പോകാത്തവര്? അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും പോയി എന്ന് പറഞ്ഞാൽ ചിതറിപ്പോയത് വിശ്വാസികളായ മനുഷ്യരായിരുന്നു. അവരെന്തു ചെയ്തു? വീട് വീടാന്തരം ചെന്ന് ദൈവവചനത്തെ അറിയിക്കുവാൻ ഇടവന്നു. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് 28-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനഭാഗം പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി എന്റെ വചനം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവന്റെ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് എന്ന് പറയുമ്പോൾ, യേശുവിനെ അറിഞ്ഞാൽ യേശുവിന്റെ വചനത്തെ നമ്മൾ സ്വീകരിച്ച് കർത്താവിനോടുകൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവര് പറയട്ടെ ഇവര് പറയട്ടെ എന്നല്ല, നമ്മൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഈ വചനം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാ പ്രിയമുള്ളവരെ. ചലനം കൊടുക്കുന്ന വചനമാ ദൈവത്തിന്റെ വചനം. ഇത് പറയുമ്പോൾ ജീവൻ ഉണ്ടാകും. ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പുന്ന ദൈവം, ജീവിതത്തിന്റെ ഭാരങ്ങളെ മാറ്റുന്ന ദൈവം, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. കാരണം സ്തെഫാനോസ് എന്ന സുവിശേഷകനെ കൊന്ന ശേഷമാണ് ജനം അല്ലെങ്കിൽ സഭയിലുള്ളവർ ചിതറിപ്പോകാൻ ഇടവന്നത്. ഈ ചിതറിപ്പോയവരോ പലയിടങ്ങളിൽ പോയി ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചവർ അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ ഇടവന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് സംസാരിക്കുക. ഹൃദയത്തിൽ നിങ്ങൾ ഈ യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരല്ലേ? നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും സഭയിൽ പീഡനങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, കുടുംബത്തിലോ നമ്മുടെ സാഹചര്യങ്ങളോ എതിർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ വരുമ്പോഴോ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉറയ്ക്കുന്നത് പോലെ മറ്റുള്ളവരോട് പറയണം, എന്നെ അനുഗ്രഹിച്ച ഒരു യേശു നിങ്ങളെയും അനുഗ്രഹിക്കാൻ മതിയായവനാണ്. ഈ ക്രിസ്തുവിന്റെ അനുഭവം നമ്മുടെ എല്ലാവരുടെ മേലേക്കും വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.